അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ CMA വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് കുറച്ച് യാത്രാ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ മോള് സ്കൂളിൽ പോയതാണ്, ഫാത്തിമ സ്കൂളിൽ പോയതാണ്. അപ്പോൾ ഫാത്തിമ വിളിച്ചിക്ക് സുഖമല്ല എന്നും പറഞ്ഞ് വിളിച്ചിക്ക്. അപ്പോൾ പോണ വഴിക്ക് ആണ് ഓളെ സ്കൂൾ വരുന്നത്. അപ്പോൾ മോളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് നമ്മൾ ഓളെയും കൂട്ടിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. സ്കൂളിൽ എത്തിക്കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം അത് വിളിയാണ്. നല്ല സ്കൂളാട്ടോ, നല്ല പഠിപ്പൊക്കെ ഉള്ള നല്ല അറിയപ്പെടുന്ന ഒരു സ്കൂൾ തന്നെയാണ്. പക്ഷേ പാത്തുവിന് പഠിത്തത്തേക്കാണ് ഇഷ്ടം. ഓള് സ്നേഹിക്കുന്നോളെ കളിയാണ്, സോഫ്റ്റ് ബോൾ ബേസ്ബോൾ കളിയാണ്. അപ്പം അതിൻ്റേതായ ഒരു അത് സ്കൂളില്ല. അപ്പം അതിൻ്റേതായ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പാത്തു വരുന്നുണ്ട്. യാത്ര എന്ന് വെച്ചാൽ പാത്തുവിന് ഇഷ്ടം. ടീച്ചർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം യൂട്യൂബ് ചാനൽ. ഇവളെ ഇടക്കയിലൂടെയൊക്കെ പോണെന്നാ ടീച്ചർക്ക് അറിയാൻ കഴിയും. പിന്നെന്തായിരിക്കും അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്ക്. അല്ല പാത്തൊന്ന് 3ാമത്തെ ദിവസം സ്കൂൾ പോണേ. സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് 2 ദിവസം ലീവ്. ഇനി വരുന്ന ആഴ്ച വേറെന്തോ ഫുള്ള് ലീവ് തന്നെയാ. സ്കൂൾ പോണ്ട കാര്യല്ലേ? എന്താന്നറിയാം ഓളൊരു സന്തോഷം കണ്ടില്ലേ? എന്നോട് പറയില്ലേ ഓളെ ഇഞ്ഞോളോട് പറഞ്ഞീനോ? ഇല്ലല്ല, ഞാൻ ഓളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്രതീക്ഷിതമായ ഞാനില്ലേ അല്ലേലും ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഞായറാഴ്ച ആണല്ലോ, മിനു പൊരയുള്ള ദിവസല്ലേ. ഇന്നലെ അവള് ട്യൂഷന് പോയെടുത്ത് ഒരു 10 മണിയാകുമ്പോ വിളിക്കുന്നു. ഉച്ചക്ക് വിളിക്കുന്നു, അമ്മ ഉച്ചക്ക് ശേഷം പോവാനുണ്ടോന്ന്. അല്ല ട്യൂഷൻ വിട്ടേ. ഞാൻ പറഞ്ഞ ഏട്ടും പോവാനൊന്നുമില്ല. എന്തായാലും അല്ല ഏട്ടും പോവാനില്ലേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല. മിനു ഇങ്ങനെ ഓന് വേറെ വഴിക്ക് പോവാനുണ്ടോ, പോവാ. എന്തോ ഒരു കഷ്ടാന്ന് പറഞ്ഞ് അവള് പോണ അവിടെ വെക്കുകയും ചെയ്തത്. ഇവക്ക് പോണെന്നുള്ള ചിന്തയേ ഉള്ളൂ, സ്കൂളിൽ പോണെന്നുള്ള ചിന്ത ഇല്ല. എങ്ങനായ എന്താ ചെയ്യാ? നമ്മള് ചുരം കേറിക്കോണ്ട് നിക്ക കേട്ടോ. വയനാട്ടിലേക്ക് പോയിക്കോണ്ട് അപ്പൊ നമ്മളിതാ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടൊക്കെ ഉണ്ട്. കോട കാണുന്നു, നല്ല കോടയൊക്കെ ആണ്. നല്ല മഴയാന്ന് തോന്നുന്നു വയനാട്ടിൽ. ഗ്ലാസ് വരെ കോട മൂടിക്കുക. നമ്മൾ തിന്നാൻ ബേക്കറി വാങ്ങിക്കണം. നല്ല തിരക്കുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ല ഇതാണ് വഴി. കോട ഞാൻ ആക്കിയില്ല. പക്ഷെ കയ്യിൽ കൊടുത്ത് നമ്മളെ ധൈര്യല്ല. എനിക്ക് എങ്ങനെ ഇഷ്ടം. പിന്നെ എന്താ പാത്തൊരു ബണ്ണിനായിട്ട് വന്നതാട്ടോ. പാത്തുവിന് ഇഷ്ടപ്പെട്ട എന്തോ ഒരു ബണ്ണുണ്ട്. സാധനം വാങ്ങിക്കല്ലേ? ഇത് ഈറ്റ ഒന്ന് വാങ്ങിക്കാം, ഒന്ന് വാങ്ങാം. ഇത് നമ്മൾ ഇന്നാള് വാങ്ങിയിട്ട് ഞങ്ങൾ വാൾനട്ടിന്ന് 4 മണിക്കാണ് നമ്മളെ ബന്നി വരും പറഞ്ഞ്. അപ്പൊ ഇപ്പൊ അല്ല തിരിച്ചു പോന്ന്. അപ്പൊ അവിടുന്ന് നമ്മൾ 35ന്റെ ഒരു കപ്പ് കേക്കിന്റെ അതിരി കപ്പ് കഴിക്കാൻ പറ്റുന്നതാണ്. അതില് കാരമലൈസ്ഡ് ആയിട്ട് വരുന്ന
വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാനും നല്ല വാങ്ങുന്നുണ്ട്. ഇതെന്ത് ഷോർട്ടർ? നമ്മളുടെ ലൊക്കേഷൻ എത്തി പൊഴുതണ എന്നിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഓരോ ഷോപ്പ് തപ്പാണ്. ഞങ്ങളൊരു സാധനം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ ആ ഷോപ്പ് തപ്പാണ്. ഇവിടെ നല്ല രസമുണ്ടല്ലേ. ഇതാ പള്ളി. ഇതാണോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓലല്ലേ വിളിക്കണ്ടേ? ഇതാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരി. ഒരു സ്ഥലം ഇടാന്ന് നിൽക്കാനാ. അങ്ങനെ സാധനം നമ്മളെ കൈമ കിട്ടി. മരുന്ന് നമ്മളെ കൈമ കിട്ടി. കൈമ കിട്ടിയ പിന്നെ എടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കിയില്ല ചട്നി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആ സ്റ്റെപ്പ് ഉണ്ടില്ലേ, ആ സ്റ്റെപ്പ് വെള്ളച്ചാട്ടം പോലെ ചാടി വന്നാൽ നല്ല രസമുണ്ടാവില്ലേ വെള്ളം. ഓനവിടെ ഒരു സൈഡാക്കിയിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മളെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മെ എങ്ങോട്ടാ? കറങ്ങാൻ പോവല്ലേ ഗൈസ്. സംഭവം ഈ ഓട്ടോറിക്ഷ പോകുന്ന കണ്ടിട്ട് മോന് കൈ അടിക്കുക. എന്താ സംഭവം? അതില്ല പ്ലാസ്റ്റിക് വെക്കുന്നത്. ഒന്ന് അതിന്റെ മുമ്പൊക്കെ അവിടെ അപ്പം നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എന്നെ എൻ്റെ കുടുംബത്തിനെയും പെടുത്തുക കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് വയനാട്ടിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അടിവാരം ഭാഗത്തു നിന്ന് കുറച്ച് പഴം, മൈസൂരിപ്പഴമോ ആണിപ്പൂവൻ എന്തെങ്കിലും പഴം വാങ്ങി കൈ പിടിക്കുക കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പഴം കുരങ്ങിന് കൊടുക്കാൻ, ഇങ്ങനെ ഡോറിൻ്റെ അടുത്തുനിന്ന് എറിഞ്ഞു കൊടുക്കാൻ എളുപ്പമാണല്ലോ. ഒലിങ്ങനെ വരിക്കിരിക്കുമല്ലോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഓൾക്ക് ഭക്ഷണമൊന്നും കാട്ടുന്ന കിട്ടിയെന്ന് വരികയല്ലോ. അപ്പം നമുക്ക് പഴം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക. എറിഞ്ഞു കൊടുക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ വണ്ടിൻ്റെ റോഡ് സൈഡ് വണ്ടി പോണ അതരിക്കൂടെ നമ്മൾ ഇട്ട് കൊടുക്കരുത്. ദൂരോട്ട് എറിഞ്ഞു ഓല് ഇരിക്കുന്ന ആ തിണ്ടിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഓടി വരുമ്പോൾ വലിയ അപകടമാണ്, ഒരു ജീവനല്ലേ. അപ്പോൾ അത് നമ്മളെ വണ്ടിയോ ബാക്കിൽ വരുന്ന വണ്ടിയൊക്കെ തട്ടിയിട്ട് ഓൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് ദൂരം വിട്ട് എറിഞ്ഞു കൊടുക്കുക കേട്ടോ. എറിഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് പഴം കൊടുക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ ആ ഭാഗത്ത് കുരങ്ങുണ്ടാവില്ലല്ലോ, ഈ ഭാഗത്ത് മാത്രമേ കുരങ്ങുണ്ടാവൂ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നല്ല രസമുള്ളൊരു കാര്യമാണല്ലോ കുരങ്ങിനൊക്കെ കണ്ട്. അങ്ങനെ പോകുമ്പോൾ അങ്ങനെ അതൊക്കെ എറിഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം നമ്മളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.